ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബാലു വർഗീസിന്റെ ഏറ്റവും പുതിയ സിനിമയായ എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് ഈ സിനിമയിലെ നായകനായ തോമസിന്റെ അമ്മ മറിയത്തിന്റെ പ്രസവം കാണിച്ചുകൊണ്ടാണ്. മറിയത്തിന്റെ ഭർത്താവ് ചാക്കോ എല്ലാ സിനിമയിലെയും പോലെ തന്നെ ലേബർ റൂമിന്റെ മുമ്പിലുള്ള കസേരയിൽ താടിക്ക് കയ്യും കൊടുത്തിരിപ്പുണ്ട്. ഇതെല്ലാം ഈ ആശുപത്രിയിലെ സ്ഥിര കാഴ്ചകളാണ്. അതായത് മറിയത്തിന്റെ 9ാമത്തെ പ്രസവമായിരുന്നു ഇപ്പോൾ നടക്കുന്നത്. ഒരു ആൺകുഞ്ഞിനു വേണ്ടിയുള്ള ചാക്കോയുടെ ആഗ്രഹമാണ് മറിയത്തിനെ വീണ്ടും ഇവിടെ വരെ എത്തിച്ചത്. എന്തെന്നാൽ ഇതിനു മുൻപുള്ള 8 പെൺകുട്ടികളായിരുന്നു. എന്തായാലും ചാക്കോയുടെ വാശിക്ക് മുമ്പിൽ ദൈവം കീഴടങ്ങി. എന്തെന്നാൽ ഇത്തവണ മറിയത്തിനുണ്ടായത് ഒരു ആൺകുഞ്ഞായിരുന്നു. എന്തായാലും മറിയത്തിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സന്തോഷമായിരുന്നു. സന്തോഷമടക്കാനാകാതെ മറിയം ദൈവത്തോട് പറയുകയാണ്, ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന നല്ല കർത്താവേ, ഇവനെ വലുതാക്കി ദൈവസഭയിലേക്ക് തന്നെ അയച്ചേക്കാമേ എന്ന്. മറിയം താൻ തോമസ് ലീഹയോട് പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞാണ് ഇതെന്നും പറഞ്ഞ് ആ കുഞ്ഞിന് തോമസ് എന്ന് പേരുമിട്ടു. പിന്നെയുള്ള തോമസിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. അങ്ങനെ തോമസ് UP സ്കൂളിലെത്തി. അവന്റെ അമ്മയുടെ ആഗ്രഹം അവനെ ഒരു പള്ളിയിലച്ചനാക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ തോമസിനാണെങ്കിൽ തന്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ തോമസ് തന്റെ കൂട്ടുകാരൻ നിഖിലിന്റെ വാക്കും കേട്ട് ഒരു ലവ് ലെറ്റർ എഴുതി അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. ആ ലെറ്റർ വാങ്ങി വായിച്ചതിന് ശേഷം ആ കുട്ടി തോമസിനോട് പറയുകയാണ്, വലുതാകുമ്പോൾ സെമിനാരിയിൽ ചേർന്ന് അച്ഛനാകാൻ പോകുന്ന നിന്നെ എങ്ങനെയാണോ തോമസ് ഞാൻ കല്യാണം കഴിക്കുന്നത്. തോമസിനെ ഒരു പള്ളിയിൽ അച്ഛനാക്കിക്കോളാമെന്നുള്ള മറിയത്തിന്റെ നേർച്ച ആ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. അങ്ങനെ തോമസിന്റെ കൂട്ടുകാരൻ നിഖിൽ തോമസിനോട് നിന്നെ പള്ളിയിലച്ഛനാക്കാതിരിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അത് കേട്ട് സന്തോഷമായ തോമസ് നിഖിലിനോട് എന്താണ് ഐഡിയ എന്ന് ചോദിച്ചു. അതിന് നിഖിൽ പറയുകയാണ്, നീ ഒരു അലമ്പനാകണം. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അലമ്പൻ. അലമ്പന്മാരെ സെമിനാരിയിൽ എടുക്കില്ല. അങ്ങനെ കൂട്ടുകാരൻ നിഖിലിന്റെ ഐഡിയ ഇഷ്ടപ്പെട്ട തോമസ് ഒരു സിഗരറ്റും എടുത്ത് തന്റെ വീടിന്റെ സിറ്റൗട്ടിലിരുന്ന് വലിക്കാനായി തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചതും അതാ ചൂലുങ്കെട്ടുമായി അമ്മ മറിയം ഓടി വരുന്നു. കുരുത്തം കെട്ടവനെ, നിന്നെ ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്നും പറഞ്ഞ്. അത് കണ്ട തോമസ് ഒരു തരത്തിൽ അമ്മയുടെ അടുത്ത് നിന്നും ഓടി അടുത്തുണ്ടായിരുന്ന ഒരു കനാലിൽ ചാടി രക്ഷപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലെത്തിയ തോമസിനെയും കാത്ത് ഒരു വലിയ സന്തോഷ വാർത്തയുണ്ടായിരുന്നു. എന്താണെന്നാൽ ഒരു പെൺകുട്ടി വന്ന് തോമസിനെ ഇഷ്ടമാണെന്ന് പറയുന്നു. തോമസിന് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തോമസിന് മാത്രമല്ല, തോമസിന്റെ കൂട്ടുകാരൻ നിഖിലിനും. എന്തായാലും ആ പ്രേമം സത്യമായിരുന്നു. എന്തെന്നാൽ UP സ്കൂളിൽ തുടങ്ങിയ ആ പ്രണയം ഹൈസ്കൂളും കഴിഞ്ഞ് ഹയർ സെക്കൻഡറി വരെ എത്തി. ആ പെൺകുട്ടി തോമസിനോട് നീ എന്നെ പറ്റിച്ച് സെമിനാരിയിലൊന്നും ചേരില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അതിന് തോമസും നീ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് സെമിനാരിയിൽ ചേരുക എന്ന് പറയുകയാണ്. എന്നാൽ അത് ചോദിച്ചതിന്റെ പിറ്റേ ദിവസം തോമസ് ആ പെൺകുട്ടിയുടെ മുമ്പിൽ ദയനീയമായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ആ പെൺകുട്ടിയാണെങ്കിൽ കട്ടക്കലിപ്പിലുമായിരുന്നു. സംഭവം എന്തായിരിക്കുമെന്ന് മനസ്സിലായല്ലോ. അതെ, നമ്മുടെ തോമസ് സെമിനാരിയിൽ ചേരാൻ പോവുകയാണ്. അതറിഞ്ഞ ആ പെൺകുട്ടി തോമസിന്റെ കരണം പൊട്ടുന്ന രീതിയിൽ ഒറ്റയടി അടികൊണ്ട് തോമസിന്റെ 2 കണ്ണും അറിഞ്ഞുപോയി. പിന്നീട് തോമസ് കണ്ണു തുറന്നതോ അച്ഛനായിട്ടും. അതെ, നമ്മുടെ തോമസ് ഒരു പള്ളിയിലച്ഛനായിരിക്കുന്നു. ഫാദർ തോമസ് കിഴക്കേ പൊട്ടൻകുഴിയിൽ. അങ്ങനെ സീൻ കട്ടായി നിക്കോളാസ് എന്നൊരു ഫാദർ കുറെ കൊച്ചച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും മുമ്പിൽ ഡാൻസ് കളിക്കുന്നതായി കാണിക്കുന്നു. സംഭവം എന്തെന്നാൽ പിതാവിന്റെ സമ്മതത്തോടെയുള്ള ഒരു ആൽബം ഷൂട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അവിടേക്ക് നമ്മുടെ തോമസ് അച്ഛനും വരുന്നു. ആ ആൽബത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു നമ്മുടെ തോമസ് അച്ഛൻ. തോമസ് അച്ഛൻ താമസിച്ചു വന്നതിനാൽ തന്നെ നിക്കോളാസ് അച്ഛന് നല്ല കലിപ്പുണ്ടായിരുന്നു. അതിനാൽ തന്നെ നിക്കോളാസ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ മുമ്പിൽ വെച്ച് തോമസ് അച്ഛനെ വഴക്ക് പറയുകയാണ്. അത് കേട്ട് കലിപ്പായ തോമസ് അച്ഛൻ പറയുകയാണ്, അച്ഛന്റെ കൂടെ ആൽബം പിടിക്കാനല്ല ഞാൻ സെമിനാരിയിൽ ചേർന്നത്. അത് കേട്ട് കലിപ്പായ നിക്കോളാസ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തോമസ് അച്ഛന്റെ ചെവിക്കല്ലിനിട്ട് പൊട്ടിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി അരമനയിൽ നിന്നും പിതാവ് നിക്കോളാസ് അച്ഛൻ പിടിച്ച ആ ആൽബം കാണാൻ വന്നതായി കാണിക്കുന്നു. അങ്ങനെ പിതാവിന്റെയും കൊച്ചച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും നാട്ടുകാരുടെയും എല്ലാം മുമ്പിൽ വെച്ച് നിക്കോളാസ് അച്ഛൻ ആ വീഡിയോ ആൽബം പ്ലേ ചെയ്യുന്നു. എന്നാൽ ആൽബത്തിന് പകരം അവിടെ പ്ലേ ആയത് നമ്മുടെ നിക്കോളാസ് അച്ഛന്റെ കള്ളും കുടിച്ച് ലോഹയും അടുക്കി കുത്തിയുള്ള ഡാൻസ് ആയിരുന്നു. അത് നിക്കോളാസ് അച്ഛനുള്ള നമ്മുടെ തോമസ് അച്ഛന്റെ പണിയായിരുന്നു. എന്തായാലും നിക്കോളാസ് അച്ഛന് ഒരു കാര്യം ഉറപ്പായിരുന്നു, തനിക്കിട്ട് ആ പണി തന്നത് തോമസ് അച്ഛനാണെന്നുള്ള കാര്യം. ബിഷപ്പിന്റെ അടുത്തൊക്കെ നല്ല പിടിപാടുള്ള നിക്കോളാസ് അച്ഛൻ നമ്മുടെ തോമസ് അച്ഛന് ഒരു പനിഷ്മെന്റ് ട്രാൻസ്ഫർ വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ തോമസ് അച്ഛൻ അടുത്ത ദിവസം തന്റെ പുതിയ ഇടവകയിലെ വികാരിയായ ഫാദർ വലിയകണ്ഠത്തിന്റെ അടുത്ത് വന്നു. തോമസ് അച്ഛനെ കണ്ട വികാരി അച്ഛൻ, ആ തോമസ് അല്ലേ, നിക്കോളാസ് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ തന്റെ വീരസാഹസ്യ കൃത്യങ്ങളെല്ലാം അറിഞ്ഞു. അത്തരം പോക്രിത്തരം വല്ലതും ഇവിടെ തുടങ്ങാനാണ് തന്റെ പാവമെങ്കിൽ കൊന്ന് കൊക്കയിലെറിയും ഞാൻ. ആ അപ്പുറത്താണ് തന്റെ മുറി, അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അത് കേട്ട് തോമസ് അച്ഛന്റെ അടുത്ത് നിന്നിരുന്ന കപ്പ്യാര് തോമസ് അച്ഛനെ തോമസ് അച്ഛന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. തോമസ് അച്ഛൻ കപ്പ്യാരോട് ചോദിക്കുകയാണ്, നമ്മുടെ വികാരി അച്ഛൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? അതിന് കപ്പ്യാര്, ഏയ് അച്ഛൻ പറയുന്ന സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട, അച്ഛൻ കൊല്ലത്തേ ഉള്ളൂ, കൊക്കയിലൊന്നും എറിയില്ല. അച്ഛൻ ആ ചെവിയിലുള്ള സാധനം ഊരി വെച്ചാൽ പിന്നെ
പിന്നെ പാവമാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെ കപ്പ്യാർ തോമസ് അച്ഛന് മുറി കാണിച്ചു കൊടുത്തതിനു ശേഷം ബയ്യും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ തോമസ് അച്ഛൻ തന്റെ മുറി തുറന്നു നോക്കുമ്പോൾ എല്ലാ സിനിമയിലും പോലെ തന്നെ മുറി മുഴുവനും ചലന്തി വലയും പൊടിയുമെല്ലാം പിടിച്ചു കിടക്കുകയാണ്. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. അത്രയും പൊടിയുള്ള ആ റൂമിന്റെ നടുക്ക് ഒരു സോഫ മാത്രം ഒരു പൊടിയുമില്ലാതെ തനിച്ചങ്ങനെ കിടക്കുന്നു. അങ്ങനെ യാത്രാക്ഷീണത്തിലായിരുന്ന നമ്മുടെ തോമസ് അച്ഛൻ ആ സോഫയിൽ പോയി കണ്ണുമടച്ചു കിടക്കുന്നു. അപ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. അങ്ങനെ തോമസ് അച്ഛൻ പോയി വാതിൽ തുറന്നു നോക്കുമ്പോൾ അതാ കപ്പ്യാർ ടോർച്ചും പിടിച്ച് കൊച്ചച്ച എന്നും വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. കപ്പ്യാരെ കണ്ട തോമസ് അച്ഛൻ ആ ചേട്ടനായിരുന്നോ, എന്താ ഈ സമയത്ത് എന്ന് ചോദിക്കുകയാണ്. അതിന് കപ്പ്യാര് ഞാൻ മണിയടിക്കാൻ വന്നതാണ്, സമയം 5 മണിയായി, വല്യച്ഛൻ നടക്കാൻ പോകാൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെ, നമ്മുടെ തോമസ് അച്ഛന്റെ കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തോമസ് അച്ഛൻ ആ ഇടവകയും അവിടുത്തെ ജനങ്ങളുമൊക്കെയായി അറ്റാച്ച് ആകാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ദിവസം വികാരി അച്ഛൻ തോമസ് അച്ഛനോട് പറയുകയാണ്, തോമസ് ഞാൻ അത്യാവശ്യമായി ഒന്ന് അരമന വരെ പോവുകയാണ്, പിതാവിനെ ഒന്ന് കണ്ട് തിരുനാളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, 2 ദിവസം കഴിഞ്ഞേ വരൂ, ഞാൻ വരുന്നതുവരെ മര്യാദയ്ക്ക് നിന്നോണം. അങ്ങനെ വികാരി അച്ഛൻ അരമനയിലേക്ക് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവിടെ തോമസ് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തോമസ് അച്ഛന് കൂട്ടായി നല്ല ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി, കൂടെ ഇടിയും. അങ്ങനെ ആ പെരുമഴയിൽ അവിടെയുള്ള കറണ്ടും കട്ടായി. അപ്പോഴാണ് അവിടെയുള്ള ഡോറിൽ ആരോ ഫാദർ ഫാദർ എന്നും വിളിച്ച് മുട്ടാൻ തുടങ്ങിയത്. അത് കേട്ട് തോമസ് അച്ഛന് പേടിയായെങ്കിലും നിർത്താതെയുള്ള മുട്ട് കാരണം തോമസ് അച്ഛൻ പതിയെ പോയി വാതിൽ തുറന്നു. നോക്കുമ്പോൾ ഒരു പെണ്ണും ചെറുക്കനും. അവർ ഫാദർ ഞങ്ങളെ കുറെ പേർ ഫോളോ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അകത്തേക്ക് വന്നോട്ടെ എന്നും ചോദിച്ച് തോമസ് അച്ഛന്റെ റൂമിനകത്തേക്ക് വരുന്നു. ആ സമയം ഒരു വണ്ടിയിൽ 4-5 പേർ അവിടേക്ക് വരുന്നു. അത് കണ്ട തോമസ് അച്ഛൻ ആ ചെറുക്കനോടും പെണ്ണിനോടും അകത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ആ വന്നവരോട് ആരാ എന്തു വേണം എന്ന് ചോദിക്കുകയാണ്. അതിനവർ ഈ സമയത്ത് ശല്യപ്പെടുത്തിയതിന് ക്ഷമിക്കണം ഫാദർ, 2 കുട്ടികൾ ഇതുവഴി വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതിന് തോമസ് അച്ഛൻ ഇല്ല, ഇവിടേക്ക് ആരും വന്നില്ല എന്ന് പറയുകയാണ്. എന്തായാലും വന്നവർ മാന്യന്മാരാണെന്ന് തോന്നുന്നു. എന്തെന്നാൽ തോമസ് അച്ഛൻ പറഞ്ഞതും വിശ്വസിച്ച് അവർ അവിടെ നിന്നും തിരികെ പോവുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ പയ്യൻ തോമസ് അച്ഛനോട് പറയുകയാണ്, ഫാദർ എന്റെ പേര് ശാലു എന്നാണ്, ഇവളുടെ പേര് മീര എന്നും, ഞങ്ങൾ 2 പേരും ഇഷ്ടത്തിലാണ്, വീട്ടുകാരറിയാതെ ഒളിച്ചോടി വന്നതാണ് ഞങ്ങൾ. എനിക്കിവിടെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ അടുത്തേക്കാണ് ഞങ്ങൾ വന്നത്, പക്ഷെ അവനെ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവന്റെ ഫോൺ ഓഫ് ആണ്. അതിനാൽ ഫാദർ കുറച്ചു നേരത്തേക്ക് ഇവളെ ഒന്ന് നോക്കാമോ, ഞാൻ പോയി അവനെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അതിന് തോമസ് അച്ഛൻ പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ നിങ്ങളെ എന്റെ വണ്ടിയിൽ കൊണ്ടുപോയി വിടാം. അതിനാ പയ്യൻ ഇവളെ ഈ സമയത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന റിസ്ക് ആണ്, ഇവളുടെ അച്ഛനും കുടുംബക്കാരുമെല്ലാം ഇവളെ തിരഞ്ഞു നടക്കുന്നുണ്ട്, ഞാൻ എന്റെ ബൈക്കിൽ ആ കാട് വഴിയെ പോയിട്ട് വേഗം വരാം എന്നും പറഞ്ഞ് ആ പയ്യൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ആ പയ്യൻ പോയി കഴിഞ്ഞപ്പോൾ തോമസ് അച്ഛൻ ആ പെൺകുട്ടിയോട് പറയുകയാണ്, മോളെ ആ പയ്യൻ വരുന്നത് വരെ മോൾ അകത്ത് പോയി കിടന്നോളൂ. അങ്ങനെ ആ പെൺകുട്ടി അകത്തെ റൂമിലേക്ക് പോയി. നമ്മുടെ തോമസ് അച്ഛനാണെങ്കിൽ ആ പയ്യനെയും കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ സീൻ കട്ടായി. അടുത്ത ദിവസം രാവിലെ പള്ളിയിലെ മണി അടിക്കുന്നതിനായി കപ്പ്യാർ വരുന്നതായി കാണിക്കുന്നു. കപ്പ്യാർ വന്നു നോക്കുമ്പോൾ തോമസ് അച്ഛൻ അതാ വാതിലും തുറന്നിട്ട് ടേബിളിൽ കമന്ന് കിടന്നുറങ്ങുന്നു. അത് കണ്ട കപ്പ്യാർ തോമസ് അച്ഛന്റെ അടുത്ത് വന്ന് അച്ഛനെ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, അച്ഛോ അച്ഛൻ ഇന്നലെ ഈ വാതിലും തുറന്നിട്ടാണോ കിടന്നുറങ്ങിയത്? അപ്പോഴാണ് തോമസ് അച്ഛന് ആ പെൺകുട്ടിയുടെ കാര്യം ഓർമ്മ വന്നത്. അച്ഛൻ കപ്പ്യാരോട് അത് ഞാൻ ഇന്നലെ കരണ്ട് പോയപ്പോൾ ഇവിടെ വന്നിരുന്നതാണ് എന്നും പറഞ്ഞ് കപ്പ്യാരെ പറഞ്ഞയക്കുന്നു. അതിനുശേഷം അകത്തെ റൂമിൽ വന്ന് ആ പെൺകുട്ടിയോട് ആ പയ്യൻ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ആ പെൺകുട്ടി ആ പയ്യനെ ഫോൺ ചെയ്ത് നോക്കുമ്പോൾ ആ പയ്യന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ പെൺകുട്ടി തോമസ് അച്ഛനോട് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് എന്ത് പറയണം എന്ന് തോമസ് അച്ഛൻ അറിയില്ലായിരുന്നു. അവസാനം തോമസ് അച്ഛൻ ആ പെൺകുട്ടിയോട് പറയുകയാണ്, മോളെ നേരം വെളുത്തു തുടങ്ങി, എന്നോടൊന്നും തോന്നരുത്, ദയവ് ചെയ്ത് മോൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം. അതിനാ പെൺകുട്ടി ഞാൻ എവിടേക്ക് പോകാനാണ് ഫാദർ എന്ന് ചോദിക്കുകയാണ്. അതിന് തോമസ് അച്ഛൻ മോൾ എന്റെ സൈഡിൽ നിന്നൊന്ന് ആലോചിച്ചു നോക്കിയേ, ഞാനൊരു വൈദികനല്ലേ, എന്റെ മുറിയിൽ ഞാനൊരു പെൺകുട്ടിയെ താമസിപ്പിച്ചു എന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഇവിടുത്തെ വല്യച്ഛനെങ്ങാനും അറിഞ്ഞാൽ തല്ലിക്കൊന്നെ കൊക്കയിലെറിയും. എന്നാൽ അതെല്ലാം കേട്ട് എന്ത് പറയണമെന്നറിയാതെ ആ പെൺകുട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി. തോമസ് അച്ഛൻ പറഞ്ഞു, മോളെ കരയല്ലേ, രാവിലെ കുർബാനയ്ക്ക് ആള് വരുന്നതിന് മുമ്പ് മോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പോകണം. അതിനാ പെൺകുട്ടി അവൻ വന്നാലുടനെ ഞാൻ പൊക്കോളാം ഫാദർ എന്ന് പറയുകയാണ്. അതിന് തോമസ് അച്ഛൻ അത് പറ്റില്ല മോളെ, ആര് വന്നാലും വന്നില്ലേലും മോൾ ഇവിടെ നിന്നും പോകണം, വേഗം റെഡിയായിക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയും കൂട്ടി തോമസ് അച്ഛൻ അവിടെ നിന്നും പോകാനായി വാതിൽ തുറന്ന് നോക്കുമ്പോഴതാ വികാരി അച്ഛൻ അവിടേക്ക് വരുന്നു. വികാരി അച്ഛനെ കണ്ട തോമസ് അച്ഛൻ ഞെട്ടിപ്പോയി. എന്തെന്നാൽ 2 ദിവസം കഴിഞ്ഞേ വരൂ എന്ന് പറഞ്ഞു പോയ വികാരി അച്ഛനാണ് ഇപ്പോൾ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. തോമസ് അച്ഛന്റെ പരിങ്ങലെല്ലാം കണ്ട വികാരി അച്ഛൻ തോമസ് അച്ഛനോട് ചോദിക്കുകയാണ്, എന്താ ഒരു വെപ്രാളവും പരവേശവുമെല്ലാം? എന്തായാലും നമ്മുടെ വികാരി അച്ഛൻ തോമസ് അച്ഛന്റെ റൂമിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ കണ്ടില്ല. തോമസ് അച്ഛൻ പറഞ്ഞു, ഒന്നുമില്ല ഫാദർ
ഫാദർ 2 ദിവസം കഴിഞ്ഞ് വരുമെന്നല്ലേ പറഞ്ഞത്, എന്താ ഇത്ര നേരത്തെ? അതിനു വികാരിയച്ഛൻ എന്താ ഞാൻ നേരത്തെ വന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നും ചോദിച്ച് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ വികാരിയച്ഛൻ അവിടേക്ക് വന്നതിനാൽ തന്നെ തോമസ് അച്ഛന് ആ പെൺകുട്ടിയെ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞതുമില്ല. അങ്ങനെ കുർബാനയ്ക്കുള്ള സമയമായതിനാൽ തോമസ് അച്ഛൻ പള്ളിയിലേക്ക് പോകുമ്പോഴാണ് തന്റെ മുറി വൃത്തിയാക്കുന്നതിനായി ഒരു ജോലിക്കാരി തന്റെ മുറിയിലേക്ക് പോകുന്നത് തോമസ് അച്ഛൻ കാണുന്നത്. അത് കണ്ട തോമസ് അച്ഛൻ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. എന്തായാലും ആ വേലക്കാരി മേരി ചേച്ചി തോമസ് അച്ഛന്റെ മുറിയിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ കണ്ടില്ല. എന്തെന്നാൽ ആ പെൺകുട്ടി ആ സമയം ടോയ്ലറ്റിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. മേരി ചേച്ചി ആകട്ടെ ആ ടോയ്ലറ്റ് കഴുകിയതുമില്ല. അങ്ങനെ കുർബാന കഴിഞ്ഞ് തോമസ് അച്ഛൻ ഒരു പേടിയോടെയാണ് തന്റെ റൂമിലേക്ക് വന്നത്. റൂമിലെത്തിയ തോമസ് അച്ഛൻ ആ പെൺകുട്ടിയോട് വേലക്കാരി മേരി ചേച്ചി നിന്നെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നു. അതിന് ആ പെൺകുട്ടി തന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു. തോമസ് അച്ഛൻ ആ പെൺകുട്ടിയോട് ഷാലു കാണാൻ പോയ ആ കൂട്ടുകാരന്റെ ഫോൺ നമ്പർ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അതിന് ആ പെൺകുട്ടി ഇല്ല, അത് അവന്റെ കൂടെ ബാംഗ്ലൂരിൽ പഠിച്ച ഒരു ഫ്രണ്ടാണ്, ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് തോമസ് അച്ഛൻ ആ പയ്യന്റെ വീടോ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അതിന് ആ പെൺകുട്ടി ഇല്ല ഫാദർ എന്ന് പറഞ്ഞു. അത് കേട്ട് തോമസ് അച്ഛൻ എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവസാനം തോമസ് അച്ഛൻ പറഞ്ഞു, ഞാൻ എന്തായാലും പുറത്തുപോയി എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് വരാം, മോള് ദയവ് ചെയ്ത് ഈ റൂമിന് പുറത്തിറങ്ങരുത്. അങ്ങനെ തോമസ് അച്ഛൻ പുറത്തുപോയി എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും ആ പയ്യനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. അങ്ങനെ അച്ഛൻ തിരികെ പള്ളിയിലേക്ക് വരുന്ന വഴി ധാരാളം പേർ റോഡിൽ കൂടി നിൽക്കുന്നതായി കാണുന്നു. അത് കണ്ട അച്ഛൻ അവിടെയുണ്ടായിരുന്ന ഒരാളോട് ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. അതിനയാൾ ഇന്നലെ രാത്രി ഇതുവഴി പോയ ഒരു ബൈക്ക് ഈ കൊക്കയിലേക്ക് വീണു, അത് ഉയർത്തുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ട അച്ഛൻ ആളെ കിട്ടിയാൽ എന്നെ ഒന്ന് വിളിച്ചറിയിക്കണം എന്നും പറഞ്ഞ് അവിടെ നിന്നും പള്ളിയിലേക്ക് പോകുന്നു. അങ്ങനെ തോമസ് അച്ഛൻ തിരികെ തന്റെ റൂമിലെത്തി. തോമസ് അച്ഛനെ കണ്ട ആ പെൺകുട്ടി അവനെ കണ്ടോ ഫാദർ എന്ന് ചോദിക്കുകയാണ്. അതിന് തോമസ് അച്ഛൻ എന്ത് മറുപടി പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഇതുവരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാത്തയാളാണ്, ഇനി എന്റെ അപ്പന്റെയോ വീട്ടുകാരുടെയോ കയ്യിലെങ്ങാനും കിട്ടിയോ എന്നാണ് എന്റെ സംശയം, അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയുകയാണ്. അതിന് തോമസ് അച്ഛൻ മോൾ അങ്ങനെയൊന്നും പറയരുത്, അവന് അങ്ങനെയൊന്നും സംഭവിച്ചു കാണില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ആ സമയം വികാരി അച്ഛൻ തോമസെ നമുക്കൊന്ന് ടൗൺ വരെ പോകണം, വണ്ടി എടുക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ വികാരി അച്ഛനും തോമസ് അച്ഛനും കൂടി ടൗണിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് തോമസ് അച്ഛൻ ആ പെൺകുട്ടിയെയും പയ്യനെയും തപ്പി ഇന്നലെ രാത്രി അവിടേക്ക് വന്നവർ പള്ളിയിലേക്ക് വരുന്നതായി കാണുന്നത്. അവരെ കണ്ടെങ്കിലും തോമസ് അച്ഛന് വികാരി അച്ഛൻ കൂടെയുള്ളതിനാൽ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ അവർ ടൗണിൽ വന്ന് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള നോട്ടീസ് എല്ലാം പ്രിന്റ് ചെയ്യാൻ ഏൽപ്പിച്ചതിനു ശേഷം ഇടവകയിലുള്ള വിശ്വാസികളെ എല്ലാം കാണാൻ പോവുകയാണ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാത്രി ആയപ്പോഴാണ് അവർ തിരികെ പള്ളിയിലേക്ക് വരുന്നത്. അങ്ങനെ അവർ തിരികെ പള്ളിയിലേക്ക് വരുമ്പോഴാണ് ആ പെണ്ണിനെയും ചെറുക്കനെയും അന്വേഷിച്ചു വന്നവർ പള്ളിയിൽ നിന്നും തിരികെ പോകുന്നതായി തോമസ് അച്ഛൻ കാണുന്നത്. അത് കണ്ടപ്പോൾ തോമസ് അച്ഛന് നല്ല ടെൻഷൻ ആകുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ വേഗം വന്ന് തന്റെ മുറി തുറന്ന് ആ പെൺകുട്ടിയെ മോളെ മോളെ എന്നും വിളിച്ച് അവിടെ മുഴുവൻ തെരഞ്ഞെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം തോമസ് അച്ഛൻ ആ പെൺകുട്ടിയെ ടോയ്ലറ്റിൽ ബോധം കെട്ട് കിടക്കുന്നതായി കണ്ടെത്തുന്നു. ബോധം കെട്ട് കിടന്ന ആ പെൺകുട്ടിയെ ഉണർത്തുന്നതിനായി തോമസ് അച്ഛൻ മുഖത്ത് വെള്ളമെല്ലാം തളിച്ചെങ്കിലും ആ പെൺകുട്ടി ഉണർന്നില്ല. അങ്ങനെ ഒരു തരത്തിൽ തോമസ് അച്ഛൻ ആ പെൺകുട്ടിയെ തന്റെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. എന്നിട്ട് തോമസ് അച്ഛൻ തന്റെ ഒരു ഡോക്ടർ ചേച്ചിയെ വിളിച്ച് എടി ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്, നമ്മുടെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടി തല കറങ്ങി വീണു, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അതിന് ചേച്ചി പെൺകൊച്ചോ, സത്യം പറയടാ ഏതാടാ ആ കുട്ടി? അതിന് തോമസ് അച്ഛൻ എടി തമാശ കളിക്കാതെ വേഗം പറഞ്ഞതാ. അതിന് ചേച്ചി ആ ശരി ശരി, ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാണോ? അതിന് തോമസ് അച്ഛൻ കല്യാണം ഒന്നും കഴിഞ്ഞതല്ല, പക്ഷെ ഒളിച്ചോടിയതാണ്. അതിന് ചേച്ചി ഒളിച്ചോടിയതോ? എങ്കിൽ പിന്നെ വേറെ ഒന്നും സംശയിക്കേണ്ട, ഗർഭം തന്നെയാണ് എന്ന് പറയുന്നു. അത് കേട്ട് തോമസ് അച്ഛന്റെ സകല കിളിയും പോയി. അപ്പോഴാണ് തോമസ് അച്ഛന്റെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. അതും കൂടി ആയപ്പോൾ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയായിരുന്നു നമ്മുടെ തോമസ് അച്ഛന്. അങ്ങനെ തോമസ് അച്ഛൻ പോയി വാതിൽ തുറന്നു നോക്കുമ്പോൾ അതാ മുമ്പിൽ നിൽക്കുന്നു തോമസ് അച്ഛന്റെ പഴയ വല്യച്ഛൻ നിക്കോളാസ് അച്ഛൻ, അതായത് ആൽബം പിടിക്കുന്ന അച്ഛൻ. എന്തായാലും തോമസ് അച്ഛന്റെ കാര്യം തീരുമാനമായി. നിക്കോളാസ് അച്ഛനെ കണ്ട തോമസ് അച്ഛൻ ചോദിച്ചു, അല്ല അച്ഛൻ എന്താ ഇവിടെ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നിക്കോളാസ് അച്ഛൻ പറഞ്ഞത് തോമസ് അച്ഛന്റെ മുറിയിലേക്ക് കയറിക്കൊണ്ടാണ്, നീ ഇവിടെ സുഖിക്കുകയാണല്ലേ, ഞാനും അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അതുപോട്ടെ നമ്മുടെ വികാരിയച്ഛൻ എവിടെ? അതിന് തോമസ് അച്ഛൻ വികാരിയച്ഛന്റെ റൂമിലുണ്ട്, അദ്ദേഹം ഉറങ്ങിക്കാണും, അച്ഛൻ കിടക്കാൻ നേരം ഇയർ ഗൈഡ് എല്ലാം ഊരി വെക്കും, അത് ഊരിയാൽ പിന്നെ അച്ഛന് കേൾക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് നിക്കോളാസ് അച്ഛൻ ആ വെറുതെ അല്ല, ഞാൻ കുറെ വിളിച്ചു നോക്കി, അച്ഛൻ എഴുന്നേറ്റില്ല, അതിനാലാണ്
വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. പിന്നെ ഒരു കാര്യം, നാളെ രാവിലെ ആൽബത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ ഈ പള്ളിയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്. അതിന്റെ കുറച്ച് പ്ലാനിങ്ങും കൂടി ബാക്കിയുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് കേട്ട് തോമസ് അച്ഛൻ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൊണ്ടാക്കാം എന്ന് പറയുകയാണ്. അതിന് നിക്കോളാസ് അച്ഛൻ, അതിന് നിന്റെ മുറിയില്ലേ? അതിന് തോമസ് അച്ഛൻ, എന്റെ മുറിയോ? എന്റെ മുറി ചെറുതാണ് എന്ന് പറഞ്ഞു. അതിന് നിക്കോളാസ് അച്ഛൻ, അതിനെന്താ, ഞാൻ കട്ടിലിൽ കിടന്നോളാം, നീയും ഈ കൊച്ചച്ഛനും കൂടി ഹാളിൽ കിടന്നോ എന്ന് പറയുകയാണ്. അത് കേട്ട് തോമസ് അച്ഛന്റെ തലയിൽ ഇടുത്തി വീഴുന്നത് പോലെ തോന്നി. എന്തെന്നാൽ തോമസ് അച്ഛന്റെ ആ കട്ടിലിൽ ഇപ്പോൾ ആ പെൺകുട്ടി കിടക്കുകയാണ്. അങ്ങനെ തോമസ് അച്ഛൻ ഒരു തരത്തിൽ റൂമിനകത്തേക്ക് വന്ന് ആ കട്ടിലിൽ കിടന്നിരുന്ന പെൺകുട്ടിയെ അവിടെ കിടന്നിരുന്ന തുണിയെല്ലാം വെച്ച് മൂടിയിടുകയാണ്. ആ സമയം അവിടേക്ക് നിക്കോളാസ് അച്ഛൻ വരുന്നു. നിക്കോളാസ് അച്ഛനെ കണ്ട തോമസ് അച്ഛൻ, അച്ചോ നമുക്ക് വികാരി അച്ഛനെ ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ, ഉറക്കെ വിളിച്ചാൽ ചിലപ്പോൾ വികാരി അച്ഛൻ കേൾക്കും എന്ന് പറയുകയാണ്. അതിന് നിക്കോളാസ് അച്ഛൻ, എടാ ചെവിക്കകത്ത് കൊണ്ടുപോയി ഡൈനാമൈറ്റ് വെച്ച് പൊട്ടിച്ചാലും അച്ഛൻ കേൾക്കാൻ പോകുന്നില്ല, എനിക്കറിയാവുന്നതല്ലേ അച്ഛന്. അല്ല, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ്, നിനക്കെന്താ ഞാൻ ഇവിടെ വന്നതിൽ ഒരു ഇഷ്ടക്കുറവുള്ളതുപോലെ? നീ പഴയ കാര്യങ്ങളെല്ലാം ഇപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുകയാണോ? അതിന് തോമസ് അച്ഛൻ, ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛാ, വികാരി അച്ഛന്റെ മുറിയിലാണെങ്കിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുന്നു. അതിന് നിക്കോളാസ് അച്ഛൻ, ഓ അതുകൊണ്ടാണോ? അത് സാരമില്ല, ഞാൻ ഈ ഉള്ള സൗകര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നും പറഞ്ഞ് ആ കട്ടിലിൽ ഇരിക്കുന്നു. അത് കണ്ട് തോമസ് അച്ഛന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അങ്ങനെ നിക്കോളാസ് അച്ഛൻ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നും പറഞ്ഞ് ടോയ്ലറ്റിൽ പോയ സമയം തോമസ് അച്ഛൻ ആ പെൺകുട്ടിയെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. എങ്കിലും മയക്കത്തിലായിരുന്ന ആ പെൺകുട്ടി ഉണരുന്നുണ്ടായിരുന്നില്ല. അതിനാൽ തോമസ് അച്ഛൻ ആ പെൺകുട്ടിയെ എടുത്ത് ആ കട്ടിലിനടിയിൽ കിടത്തുന്നു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു വന്ന നിക്കോളാസ് അച്ഛൻ തോമസ് അച്ഛനെ ആ റൂമിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം വാതിലും കുറ്റിയിടുന്നു. വേറെ വഴിയില്ലാതെ തോമസ് അച്ഛൻ തന്റെ മുറിയിലെ ഹാളിലുള്ള സോഫയിൽ വന്ന് കിടക്കുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത ദിവസം രാവിലെ പള്ളിയിലെ മണി അടിക്കുന്നതിനായി കപ്പ്യാർ വരുന്നതായി കാണിക്കുന്നു. കപ്പ്യാർ വാതിലിൽ മുട്ടുന്ന സൗണ്ട് കേട്ടാണ് തോമസ് അച്ഛൻ ഉണരുന്നത്. ഉണർന്നു നോക്കുമ്പോൾ അതാ ഇന്നലെ കട്ടിലിന്റെ അടിയിൽ കിടത്തിയിരുന്ന പെൺകുട്ടി തന്റെ അടുത്ത് വന്ന് കിടക്കുന്നു. ആ പെൺകുട്ടിയെ കണ്ട തോമസ് അച്ഛൻ, നീ എങ്ങനെയാ ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ്. അതിനാ പെൺകുട്ടി, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാൻ കട്ടിലിനടിയിലായിരുന്നു, കട്ടിലിൽ വേറെ ഒരാളും കിടക്കുന്നു. അത് കേട്ട് തോമസ് അച്ഛൻ, അത് പോട്ടെ, ഇന്നലെ എന്താണ് സംഭവിച്ചത്? അതിനാ പെൺകുട്ടി, അറിയില്ലച്ചാ എന്ന് പറഞ്ഞു. അത് കേട്ട് തോമസ് അച്ഛൻ, സത്യം പറ, നീ പ്രഗ്നന്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനാ പെൺകുട്ടി തോമസ് അച്ഛനെ തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഷൂട്ടിങ്ങിന് പോകുന്നതിനായി നിക്കോളാസ് അച്ഛൻ അവിടേക്ക് വരുന്നത്. നിക്കോളാസ് അച്ഛൻ വരുന്നത് കണ്ട പെൺകുട്ടി ആ സോഫയുടെ പുറകിൽ ഒളിക്കുന്നു. എന്തായാലും ഷൂട്ടിങ്ങിലുള്ള തിരക്കിലായിരുന്നതിനാൽ തന്നെ നിക്കോളാസ് അച്ഛൻ ആ പെൺകുട്ടിയെ കണ്ടതുമില്ല. നിക്കോളാസ് അച്ഛൻ തോമസ് അച്ഛനോട്, നീ ഷൂട്ടിങ്ങിന് വരണേ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ നിക്കോളാസ് അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ തോമസ് അച്ഛൻ ആ പെൺകുട്ടിയോട്, ഞാൻ പുറത്തു പോയി അവരെ ഒന്ന് തല കാണിച്ചിട്ട് വേഗം വരാം, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്, മോൾ ഇവിടെ തന്നെ നിന്നോ എന്നും പറഞ്ഞ് തോമസ് അച്ഛൻ അവരുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴാണ് റൂം വൃത്തിയാക്കുന്ന മേരി ചേച്ചി തോമസ് അച്ഛന്റെ മുറിയിലേക്ക് വരുന്നത്. അത് കണ്ട തോമസ് അച്ഛൻ മേരി ചേച്ചിയോട്, എന്റെ മുറി വൃത്തിയാക്കേണ്ട, ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത് കേട്ട് മേരി ചേച്ചിക്കും സന്തോഷമായി. മേരി ചേച്ചി തോമസ് അച്ഛന് നന്ദിയും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. തോമസ് അച്ഛൻ നേരെ വന്നത് നിക്കോളാസ് അച്ഛൻ ഡോക്യുമെന്ററി ചെയ്യുന്ന സ്ഥലത്തേക്കായിരുന്നു. ആ സമയം വികാരി അച്ഛൻ അവിടെ ആ പള്ളിയെക്കുറിച്ചുള്ള ചരിത്രം പറയുകയായിരുന്നു. ഈ പള്ളി ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പള്ളിയാണ്. ഈ പള്ളിയിൽ വിലമതിക്കാനാകാത്ത ഒരു പൊന്നും കുരിശുണ്ട്. അത് പണ്ട് മെസോപ്പൊട്ടാമിയയിൽ നിന്നും വന്ന ഒരു രാജാവ് ഈ പള്ളിക്ക് വേണ്ടി നൽകിയ കുരിശാണ്. എന്നാൽ ആ രാജാവിന്റെ ഇപ്പോഴുള്ള തലമുറക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചു. എങ്കിലും നമ്മൾ ഈ തിരുനാളിന് മുമ്പ് അവർ ആഘോഷപൂർവ്വം ഇവിടെ വരികയും നമ്മുടെ ഇവിടെയുള്ള പൊന്നിൻ കുരിശ് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ അവർ ആ കുരിശ് കൊണ്ടുപോയി അവരുടെ ആചാരങ്ങളെല്ലാം നടത്തിയതിനു ശേഷം 3 ദിവസം കഴിയുമ്പോൾ ആ കുരിശ് തിരികെ നമ്മുടെ ഈ പള്ളിയിൽ എത്തിക്കും. അന്നു മുതലാണ് നമ്മുടെ ഈ പള്ളിയുടെ തിരുനാള് ആരംഭിക്കുന്നത്. അങ്ങനെ വികാരി അച്ഛനും നിക്കോളാസ് അച്ഛനുമെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തോമസ് അച്ഛൻ തിരികെ തന്റെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ, ഞാൻ പറയുന്ന കാര്യം കേട്ട് മോൾ ഇമോഷണൽ ആകരുത്. എനിക്ക് ഇതുവരെ നിന്നോട് പറയാൻ കഴിഞ്ഞില്ല. അതായത് ഷാലു ഇനി തിരികെ വരുമെന്ന് തോന്നുന്നില്ല. അവൻ ഇവിടുന്ന് പോയ അന്ന് തന്നെ ബൈക്ക് ആക്സിഡന്റ് ആയി, ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. മോൾ ഇനി ഇവിടെ കാത്തിരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് കേട്ട് ആ പെൺകുട്ടിക്ക് ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ആ പെൺകുട്ടി തോമസ് അച്ഛനോട് പറയുകയാണ്, താൻ ഒരു വൈദികനല്ലോടോ, എന്നെ ഇറക്കി വിടാൻ ഇത്രയും വലിയ കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? അത് കേട്ട് തോമസ് അച്ഛൻ, അയ്യോ മോളെ, കള്ളമല്ല, സത്യമാണ്, നീ ഒന്ന് വിശ്വസിക്ക്. അതിനാ പെൺകുട്ടി, അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്നും പോകില്ല. അതിന് തോമസ് അച്ഛൻ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും, ഇവിടെയൊന്നും നിൽക്കാൻ പറ്റില്ല. അത് കേട്ട് ആ പെൺകുട്ടി തന്റെ ഫോൺ എടുത്ത് താനും അച്ഛനും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സെൽഫി എടുത്ത് അച്ഛനെ കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എന്നെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ ശ്രമിച്ചാൽ ഞാൻ ഇത് എല്ലാവരെയും കാണിക്കും. അത് കേട്ട് തോമസ് അച്ഛൻ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 കുട്ടികൾ അച്ഛന്റെ റൂമിനകത്തേക്ക് വരുന്നു. അത് കണ്ട അച്ഛന്റെയും ആ പെൺകുട്ടിയുടെയും ശ്വാസം ഒരു നിമിഷം നിന്നുപോയി. അച്ഛനെയും ആ പെൺകുട്ടിയെയും കണ്ട കുട്ടികൾ അവിടെ നിന്നും ഓടി നിക്കോളാസ് അച്ഛനും വികാരി അച്ഛനുമെല്ലാം ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അത് കണ്ട് തോമസ് അച്ഛന് തന്റെ കാര്യം
തീരുമാനമായി എന്ന് മനസ്സിലായി. എന്തായാലും ആ സമയം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നിക്കോളാസ് അച്ഛന്റെ സംഘവും അവിടെ നിന്നും തിരികെ പോകാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെ അവരെല്ലാം യാത്രയാക്കിയതിനു ശേഷം തോമസ് അച്ഛൻ തിരികെ തന്റെ റൂമിലേക്ക് വരുന്നു. അപ്പോൾ സീൻ കട്ടായി കപ്പ്യാരും കപ്പ്യാരുടെ പെങ്ങളും ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്നതായി കാണിക്കുന്നു. നമ്മുടെ തോമസ് അച്ഛന്റെ മുറിയിലേക്ക് വന്ന ആ രണ്ടു കുട്ടികൾ അത് കപ്പ്യാരുടെ പെങ്ങളുടെ കുട്ടികളായിരുന്നു. ആ കുട്ടികൾ കപ്പ്യാരോട് പറഞ്ഞു, അങ്കിളെ ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ കൊച്ചച്ഛന്റെ റൂമിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചേച്ചിയെ കണ്ടു. അതിന് കപ്പ്യാർ, ചേച്ചിയോ? ആ, അത് ചിലപ്പോൾ ഷൂട്ടിങ്ങിന് വന്ന ഏതെങ്കിലും ചേച്ചിമാരായിരിക്കും. അതിനാ കുട്ടികൾ, അല്ലെങ്കിൽ ഞങ്ങൾ ആ റൂമിൽ നിന്നും തിരികെ വന്നപ്പോൾ അച്ഛൻ വേഗം റൂമിന്റെ ഡോർ അടച്ചായിരുന്നു. അതിന് കപ്പ്യാര്, ഡോർ അടച്ചോ? എന്നിട്ടെന്താ നിങ്ങൾ ആ കാര്യം അപ്പോഴെന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് കുട്ടികൾ, അങ്കിളിനെ ആ സമയം ഞങ്ങൾ ഇവിടെ കണ്ടില്ല എന്ന് പറയുന്നു. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കപ്പ്യാരുടെ പെങ്ങൾ, ഇവർ വെറുതെ പറയുന്നതാ. അത് ചിലപ്പോൾ ഷൂട്ടിങ്ങിന് വന്ന ഏതെങ്കിലും പെണ്ണായിരിക്കും. ഞാൻ ആ റൂമിൽ മുഴുവൻ കയറിയിട്ടുള്ളതാ. ഞാനെങ്ങും അവിടെ ആരെയും കണ്ടിട്ടില്ല. അങ്ങനെ സീൻ കട്ടായി തോമസ് അച്ഛനെയും ആ പെൺകുട്ടിയെയും കാണിക്കുന്നു. പെൺകുട്ടി ആ സമയം തന്റെ ബാഗ് എല്ലാം പാക്ക് ചെയ്യുകയായിരുന്നു. തോമസ് അച്ഛൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോള് ടെൻഷൻ ആകേണ്ട. ഞാൻ മോൾക്ക് വേണ്ടി ഒരു ഹോസ്റ്റൽ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ മോളെ അവിടെ കൊണ്ടാക്കാം. തൽക്കാലം മോൾ അവിടെ നിൽക്ക്. തോമസ് അച്ഛൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പുറത്ത് നാട്ടുകാരുടെ ബഹളം കേൾക്കുന്നു. അതെ, നാട്ടുകാരെല്ലാവരും കമ്പും വടിയും തീപ്പന്തവും ഒക്കെയായി പള്ളിയുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. അത് കണ്ട് നമ്മുടെ തോമസ് അച്ഛനെ ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. ആ നാട്ടുകാരുടെ മുമ്പിൽ കപ്പ്യാരും ഉണ്ടായിരുന്നു. അങ്ങനെ കപ്പ്യാര് വന്ന് തോമസ് അച്ഛന്റെ മുറിയുടെ വാതിലിൽ മുട്ടുന്നു. തോമസ് അച്ഛനെ വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തതിനാൽ കപ്പ്യാര് വികാരി അച്ഛന്റെ റൂമിന്റെ വാതിലിൽ മുട്ടാൻ തുടങ്ങി. രാത്രിയിൽ ചെവിക്കകത്ത് അവിട്ട് വെച്ച് പൊട്ടിച്ചാലും എഴുന്നേൽക്കാത്ത നമ്മുടെ വികാരി അച്ഛൻ എന്തായാലും ഇന്നത്തെ കപ്പ്യാരുടെ വിളി കേട്ട് വാതിലും തുറന്ന് പുറത്തേക്ക് വന്നു. എന്താ ഇവിടെ ബഹളം എന്നും ചോദിച്ച്. അതിന് കപ്പ്യാര്, അച്ചോ ഇവിടേക്ക് ഒരു കള്ളൻ ഓടിക്കയറിയിട്ടുണ്ട്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പറയുകയാണ്. എന്നാൽ കപ്പ്യാര് പറഞ്ഞതെല്ലാം നമ്മുടെ തോമസ് അച്ഛനും കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ തോമസ് അച്ഛന് എന്തോ ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെയായി. തോമസ് അച്ഛൻ വേഗം പെൺകുട്ടിയെ അകത്ത് റൂമിലാക്കിയതിനു ശേഷം വാതിലും തുറന്ന് പുറത്തേക്ക് വന്നു. തോമസ് അച്ഛനെ കണ്ട കപ്പ്യാര്, എന്തൊരു ഉറക്കമാണച്ചോ, ഞങ്ങൾ ഒത്തിരി നേരമായി വിളിക്കുന്നു എന്ന് പറയുകയാണ്. അതിന് തോമസ് അച്ഛൻ, എന്ത് പറ്റി കപ്പ്യാരെ എന്ന് ചോദിച്ചു. അതിന് കപ്പ്യാര്, അച്ചോ നമ്മുടെ ഇവിടെ കള്ളൻ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കള്ളനോ? ഇവിടെയോ? ഇത്രയും വെട്ടവും വെളിച്ചവുമുള്ള ഇവിടെ എങ്ങനെ കള്ളൻ കയറാനാണ്? ചിലപ്പോൾ പുറകിലെങ്ങാനുമായിരിക്കും എന്നും പറഞ്ഞ് തോമസ് അച്ഛൻ നാട്ടുകാരെയും കപ്പ്യാരെയും അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അതെല്ലാം കണ്ട വികാരി അച്ഛന് എന്തോ സംതിങ് റോങ് അടിക്കുന്നുണ്ടായിരുന്നു. അവരെ പറഞ്ഞു വിട്ടതിനു ശേഷം ഓടി റൂമിനകത്ത് കയറി തോമസ് അച്ഛൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, പേടിക്കേണ്ട, അവരെല്ലാം ഒരു കള്ളനെ തപ്പി വന്നതാണ്. പക്ഷേ കപ്പ്യാരുടെ മക്കളെ വിശ്വസിക്കാൻ പറ്റില്ല. അതിനാൽ മോള് വേഗം റെഡിയാക്കോ, ഞാൻ മോളെ അടിവാരത്ത് കൊണ്ടുവിടാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ടിട്ടും ആ പെൺകുട്ടിയെ ആലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട തോമസ് അച്ഛൻ, എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുന്നു. അതിനാ പെൺകുട്ടി അച്ഛന്റെ റൂമിന്റെ തട്ടുംപുറത്തേക്ക് നോക്കുന്നു. അച്ഛൻ വന്ന് നോക്കുമ്പോൾ അതാ ചിരിച്ചുകൊണ്ടൊരാൾ അച്ഛന്റെ തട്ടുംപുറത്തിരിക്കുന്നു. അങ്ങനെ അച്ഛനെ കണ്ട അയാൾ തട്ടിൻ പുറത്തു നിന്നും താഴേക്ക് ചാടി അച്ഛന്റെ അടുത്തേക്ക് വരുന്നു. അത് കണ്ട തോമസ് അച്ഛൻ, ആരാണ് നിങ്ങൾ എന്ന് ചോദിക്കുന്നു. അതിനയാൾ, ഞാനാണ് അവർ പിടിക്കാൻ വന്ന കള്ളൻ. പക്ഷേ അച്ഛൻ എന്നേക്കാൾ വലിയ കള്ളനാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് തോമസ് അച്ഛൻ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് പറയുകയാണ്. അതിനാ കള്ളൻ, എനിക്കെല്ലാം മനസ്സിലായി കൊച്ചു കള്ള എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ പോയിരിക്കുന്നു. ആ സമയം ആ പെൺകുട്ടി അച്ഛനോട്, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് റൂമിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ പെൺകുട്ടി തോമസ് അച്ഛനോട്, എനിക്കൊരു സംശയമുണ്ട്, അവനെ ചിലപ്പോൾ എന്റെ അച്ഛൻ പറഞ്ഞു വിട്ടതാണെങ്കിലോ എന്ന്. അതിന് തോമസ് അച്ഛൻ, അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവനിപ്പോൾ നിന്റെ അച്ഛനെ അറിയിക്കുമായിരുന്നല്ലോ. അതിനാ പെൺകുട്ടി, ചിലപ്പോൾ അച്ഛൻ വരുന്നതിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് നമ്മുടെ തോമസ് അച്ഛനും അവന്റെ മേൽ ചെറിയൊരു സംശയം തോന്നാൻ തുടങ്ങി. ആ സമയം സീൻ കട്ടായി ആ പെൺകുട്ടിയുടെ അച്ഛനെ കാണിക്കുന്നു. അച്ഛൻ ആ സമയം ഒരു ഫോണിൽ സംസാരിക്കുകയായിരുന്നു. നീ പറയുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് അവിടെ കയറി ചെല്ലാൻ പറ്റുമോ? അവളുടെ തന്തയാണ് ഞാനെങ്കിൽ ഞാൻ അവളെ അവിടെ നിന്നും ഇറക്കിയിരിക്കും എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ അച്ഛൻ ഫോണിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ വീണ്ടും നമ്മുടെ തോമസ് അച്ഛനെ എല്ലാം കാണിക്കുന്നു. ആ കള്ളന്റെ മേൽ സംശയം തോന്നിയ തോമസ് അച്ഛൻ പതിയെ കള്ളനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാൾ കപ്പ്യാരല്ലോ, കള്ളനല്ലേ. അതിനാൽ തന്നെ അച്ഛന്റെ അടവൊന്നും ആ കള്ളന്റെ അടുത്ത് നടക്കില്ലായിരുന്നു. ആ കള്ളൻ അച്ഛനെ വലത്തി അടിച്ചു. തടുക്കാൻ വന്ന ആ പെൺകുട്ടിക്കും കൊടുത്തു ഒരെണ്ണം. എന്നിട്ട് ആ കള്ളൻ പെൺകുട്ടിയോടായി പറയുകയാണ്, നിന്റെ അപ്പന്റെ ആളാകാൻ മാത്രം ദാരിദ്ര്യം പിടിച്ച കള്ളനല്ല ഞാനെന്ന്. എന്നിട്ട് ആ കള്ളൻ തോമസ് അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ കാണിച്ച ഈ ചെറ്റത്തരത്തിന് എനിക്ക് വേണമെങ്കിൽ ഒറ്റ വെച്ച ആളെ കൂട്ടാമായിരുന്നു. പക്ഷേ ഞാൻ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെയുള്ള പൊന്നിൻ കുറിച്ച് എടുത്തു തരാൻ പോകുന്ന ആളല്ലേ നിങ്ങൾ, അതിനാലാണ് ഞാൻ ഒച്ച വെക്കാതിരുന്നത് എന്ന് പറയുകയാണ്. ശരിക്കും അത് കേട്ട് വായും തുറന്നിരിക്കാനേ നമ്മുടെ തോമസ് അച്ഛന് കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. എന്തെന്നാൽ ഇപ്പോഴാണ് ശരിക്കും ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചത്. ആ കള്ളൻ വീണ്ടും തോമസ് അച്ഛനോട് പറഞ്ഞു, ഒരടി കഴിഞ്ഞാൽ എനിക്കൊരു ചെറുതടിക്കണം, അത് നിർബന്ധമാണ്. അതിന് തോമസ് അച്ഛൻ, മദ്യപിക്കാനോ? ഇവയോ? അതെങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു. അതിനാ കള്ളൻ
അച്ഛൻ തന്നെ എടുത്തു തരണം, ഇവിടെ ഇഷ്ടം പോലെ വീഞ്ഞുണ്ടല്ലോ എന്ന് പറയുകയാണ്. അതിനച്ഛൻ എന്റെ പൊന്നുമോനെ, ഞാനൊരു വൈദികനല്ലേ, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനാ കള്ളൻ ഒരു പെണ്ണിനെ റൂമിൽ ഒളിപ്പിച്ചു വെക്കുന്നത് വലിയ തെറ്റല്ല, നമ്മൾ ഒരു ഗ്ലാസ് വൈൻ ചോദിച്ചാലോ പുണ്യാളൻ, അച്ഛൻ എത്ര പുണ്യാളനാണെങ്കിൽ എടുത്തു തരികയൊന്നും വേണ്ട, എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോളാം എന്ന് പറയുകയാണ്. അത് കേട്ട് വേറെ വഴിയില്ലാതെ തോമസ് അച്ഛൻ പറഞ്ഞു, അത് അപ്പുറത്തെ സ്റ്റോർ റൂമിലാണുള്ളത്. അതിന് കള്ളൻ എങ്കിൽ ഞാൻ പോയി എടുത്തോളാം എന്നും പറഞ്ഞ് അവിടെ നിന്നും ആ വീഞ്ഞെടുക്കുന്നതിനായി പോവുകയാണ്. അത് കണ്ട തോമസ് അച്ഛൻ, എടോ അതിന്റെ താക്കോല് കപ്പ്യാരുടെ കയ്യിലാണ് എന്ന് പറഞ്ഞു. അതിനാ കള്ളൻ, എനിക്കെന്തിനാണച്ചോ താക്കോൽ എന്നും പറഞ്ഞ് തോമസ് അച്ഛനും പെൺകുട്ടിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും എടുത്ത് തോമസ് അച്ഛനോട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് എന്നും പറഞ്ഞ് ആ കള്ളൻ അവിടെ നിന്നും വൈൻ എടുക്കുന്നതിനായി പോവുകയാണ്. അങ്ങനെ വൈനും എടുത്തുകൊണ്ടുവന്ന ആ കള്ളൻ അത് കുടിച്ചുകൊണ്ട് തോമസ് അച്ഛനോട് ചോദിക്കുകയാണ്, എന്താണച്ചോ ഒരു ടെൻഷൻ, പൊന്നിൻ കുരിശ് എടുത്തു തരുന്നതിനെ കുറിച്ച് ആലോചിച്ചാണോ? ഇതൊക്കെ ജാതിയുടെ മതത്തിന്റെയും പേരിൽ മനുഷ്യന്മാര് തന്നെ ഉണ്ടാക്കിയതല്ലേ, ദൈവത്തിന് എന്തിനാണച്ചോ പൊന്നിൻ കുരിശ്? അതിനച്ഛൻ, ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളല്ലേടോ എന്ന് പറയുകയാണ്. അങ്ങനെ സംസാരിച്ച് നമ്മുടെ തോമസ് അച്ഛൻ ആ സോഫയിൽ കിടന്ന് തന്നെ ഉറങ്ങുകയാണ്. അടുത്ത ദിവസം രാവിലെ കൊച്ചച്ചോ കള്ളൻ കള്ളൻ എന്നും പറഞ്ഞുള്ള കപ്പ്യാരുടെ വാതിലിലുള്ള മുട്ട് കേട്ടാണ് നമ്മുടെ തോമസ് അച്ഛൻ ഉണരുന്നത്. അത് കേട്ട് തോമസ് അച്ഛൻ വേഗം ആ കള്ളന്റെ അടുത്ത് വന്നിട്ട്, എടോ നിന്നെ ഇന്നലെ കപ്പ്യാർ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതിനാ കള്ളൻ, ഇല്ല എന്നെ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയം കപ്പ്യാരുടെ ഒച്ചയും ബഹളവും കേട്ട് വികാരിയച്ഛൻ കപ്പ്യാരുടെ അടുത്ത് വന്നിരുന്നു. വികാരിയച്ഛൻ കപ്പ്യാരോട് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അതിന് കപ്പ്യാര്, അച്ഛോ ഇന്നലെ നമ്മുടെ ഇവിടെ കള്ളം കയറി വൈൻ കുപ്പിയെല്ലാം എടുത്തുകൊണ്ടുപോയി എന്ന് പറയുകയാണ്. അതെല്ലാം തോമസ് അച്ഛനും കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് തോമസ് അച്ഛൻ കള്ളനോട് ചോദിക്കുകയാണ്, നീ ഇന്നലെ വൈൻ കുപ്പി മുഴുവനും എടുത്തോ? അതിനാ കള്ളൻ, ഇല്ലച്ചോ ആ കപ്പ്യാർ കള്ളം പറയുന്നതാണ്, ഞാൻ ആകെ 2 കുപ്പിയെ എടുത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം വികാരിയച്ഛനെ കാണിക്കുന്നു. വികാരിയച്ഛൻ കപ്പ്യാരോട് പറയുകയാണ്, നോക്കി നിൽക്കാതെ വേഗം പോയി പോലീസിനെ വിളിച്ചുകൊണ്ട് വാടോ എന്ന്. അങ്ങനെ സീൻ കട്ടായി ആ പള്ളിയിലേക്ക് പോലീസുകാർ വരുന്നതായി കാണിക്കുന്നു. പോലീസുകാർ കപ്പ്യാരോട് ഇവിടെ ആരൊക്കെയാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് കപ്പ്യാര്, ഇവിടെ വല്യച്ഛനും കൊച്ചച്ഛനുമാണ് സാർ താമസിക്കുന്നത്, പക്ഷെ അവരെടുക്കില്ലല്ലോ എന്ന് പറയുകയാണ്. അതിന് പോലീസുകാർ, ഈ വൈൻ വെച്ചിരിക്കുന്ന റൂമിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ് എന്ന് ചോദിക്കുന്നു. അതിന് കപ്പ്യാര്, അത് എന്റെ കയ്യിലാണ് സാർ, പക്ഷെ ഞാനും എടുക്കില്ലല്ലോ എന്ന് പറയുകയാണ്. അത് കേട്ട പോലീസുകാരൻ, അത് നമുക്ക് തീരുമാനിക്കാം, തൽക്കാലം നീ അവിടെ നിൽക്ക് എന്ന് പറയുന്നു. അപ്പോഴാണ് അവിടേക്ക് പോലീസ് നായയെ കൊണ്ടുവരുന്നത്. അത് കണ്ട നമ്മുടെ തോമസ് അച്ഛനെ ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. എന്തെന്നാൽ തോമസ് അച്ഛന്റെ മുറിയിൽ കള്ളനും ആ പെൺകുട്ടിയും ഉണ്ടല്ലോ. അങ്ങനെ പോലീസുകാർ ആ പട്ടിയെയും കൊണ്ട് അവിടേക്ക് വരുന്നത് കണ്ട വികാരിയച്ഛൻ, ഡോ എങ്ങോട്ടായി കയറി പോകുന്നത്, ഇതൊരു പരിശുദ്ധമായ സ്ഥലമാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇവിടെ നായയെ കയറ്റാനൊന്നും പറ്റില്ല, കൊണ്ടുപോടോ എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ തോമസ് അച്ഛന് വളരെയധികം സന്തോഷമായി. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് തോമസ് അച്ഛൻ ശരിക്കും ഒന്ന് ശ്വാസം വിടുന്നത് തന്നെ. അങ്ങനെ പോലീസുകാർ അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ തോമസ് അച്ഛന്റെ പേര് വെച്ചുള്ള ബോർഡ് പോലീസുകാരുടെ കൂടെയുള്ള CI കാണുന്നത്. ആ ബോർഡ് കണ്ട CI തോമസ് അച്ഛനോട് ചോദിക്കുകയാണ്, ആരാണ് ഈ ഫാദർ തോമസ് കിഴക്കേ പൊട്ടൻകുഴിയിൽ? അതിന് തോമസ് അച്ഛൻ, അത് ഞാൻ തന്നെയാണ് എന്ന് പറയുകയാണ്. അത് കേട്ട ആ CI, എടാ പൊട്ടൻകുഴി, ഇത് ഞാനാടാ, നിന്റെ പഴയ കൂട്ടുകാരൻ നിഖിൽ എന്ന് പറയുന്നു. അതായത് നമ്മുടെ തോമസ് അച്ഛൻ UP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ അലമ്പനായാൽ നിന്നെ ഒരു അച്ഛനാക്കില്ല എന്ന് പറഞ്ഞു കൊടുത്ത തോമസ് അച്ഛന്റെ ഉറ്റ സുഹൃത്ത് നിഖിലായിരുന്നു ആ പോലീസുകാരൻ. അത് കേട്ട് തോമസ് അച്ഛന് വളരെയധികം സന്തോഷമായി. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ തോമസ് അച്ഛൻ CI നിഖിലിനോട് പറയുകയാണ്, എനിക്ക് നിന്നോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ എപ്പോഴാണ് ഫ്രീ ആകുന്നത്? അതിന് CI നിഖിൽ, നീ സ്റ്റേഷനിലേക്ക് വാ, ഇന്ന് SP വരുന്നതിനാൽ കുറച്ച് തിരക്കാണ്, വേഗം ചെന്നില്ലെങ്കിൽ അയാളുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും, നീ സൗകര്യം പോലെ അങ്ങ് എന്നും പറഞ്ഞ് CI നിഖിൽ അവിടെ നിന്നും പോവുകയാണ്. തോമസ് അച്ഛൻ തിരികെ റൂമിലേക്ക് വന്നത് വളരെയധികം സന്തോഷത്തിലാണ്. എന്തെന്നാൽ തന്റെ ഉറ്റ സുഹൃത്താണല്ലോ ആ ഏരിയയിലെ CI. അങ്ങനെ തോമസ് അച്ഛൻ ആ കള്ളന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ള CI ആരാണെന്ന് അറിയാമോ? ചെറുപ്പം മുതലെയുള്ള എന്റെ ഉറ്റ സുഹൃത്താണ്, ഞാനൊരു വാക്കുമിണ്ടിയാൽ നീ അകത്താകും മോനെ എന്ന് പറയുകയാണ്. അപ്പോഴാണ് കപ്പ്യാര്, കൊച്ചച്ചോ വല്യച്ഛൻ വിളിക്കുന്നു എന്നും പറഞ്ഞ് തോമസ് അച്ഛനെ വിളിക്കുന്നത്. അത് കേട്ട തോമസ് അച്ഛൻ കള്ളനോട്, ഞാൻ തിരികെ വരുമ്പോൾ നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്നും പറഞ്ഞ് അവിടെ നിന്നും വികാരി അച്ഛന്റെ അടുത്തേക്ക് പോവുകയാണ്. വികാരിയച്ഛൻ തോമസ് അച്ഛനോട് പറഞ്ഞു, അവിടെ പെരുന്നാളിന്റെ കുറച്ച് നോട്ടീസ് ഇരിപ്പുണ്ട്, അത് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കണം. അത് കേട്ട തോമസ് അച്ഛനും കപ്പ്യാരും ആ നോട്ടീസും എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. കപ്പ്യാര് തോമസ് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ചോ നമ്മുടെ പള്ളിയിലെ പെരുന്നാളിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമോ അച്ചോ? അതിന് തോമസ് അച്ഛൻ, കുറച്ചൊക്കെ അറിയാം എന്ന് പറയുകയാണ്. അപ്പോൾ കപ്പ്യാര് പറയുകയാണ്, പണ്ട് മെസോപ്പൊട്ടോമിയയിൽ നിന്നും വന്ന ഒരു രാജാവാണ് നമ്മുടെ പള്ളിക്ക് ആ പൊന്നും കുരിശ് തന്നത്. അന്ന് ആ കുരിശ് തന്ന രാജാവിന്റെ ഇന്നത്തെ തലമുറക്കാർ മുസ്ലിങ്ങളാണ്. അവര്
അവരെല്ലാവരും ഇന്ന് ഇവിടേക്ക് വരും. ഇന്നത്തെ കുരിശുപള്ളി കുർബാന നടത്തുന്നത് അവരാണ്. കുർബാന എല്ലാം കഴിഞ്ഞ് അവർ ആ കുരിശും കൊണ്ട് പോകും. എന്നിട്ട് 3-ന്റെ അന്ന് ആ കുരിശ് തിരികെ കൊണ്ടുവന്ന് തരും. അന്നു മുതലാണ് നമ്മുടെ തിരുനാൾ ആരംഭിക്കുന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തോമസ് അച്ഛൻ കപ്പ്യാരോട് ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് റൂമിലേക്ക് വരികയാണ്. ആ റൂമിൽ എപ്പോഴും ആ കള്ളൻ ഉണ്ടായിരുന്നു. ആ കള്ളനെ കണ്ട തോമസ് അച്ഛൻ നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനാ കള്ളൻ ഞാൻ പോയാൽ എങ്ങനെയാണ് ആ കുരിശടിക്കുക? അതെ, പിന്നെ ഒരു കാര്യം, ഇന്ന് അവർ ആ കുരിശ് കൊണ്ടുപോയാൽ പിന്നെ അത് വരാൻ 3 ദിവസം എടുക്കും. അതിനാൽ ഇന്ന് തന്നെ നമുക്ക് ആ കുരിശടിക്കണം. അച്ഛന്റെ കൂട്ടുകാരൻ പോലീസിനെ കണ്ടിട്ടാണ് ഇത്ര ധൈര്യമെങ്കിൽ ഒരു കാര്യം ഓർത്തോ, എനിക്ക് ഈ പോലീസും പോലീസ് സ്റ്റേഷനും ഒന്നും അത്ര പുത്തിരിയൊന്നുമല്ല. IPC സെക്ഷൻ 378 കൂടിപ്പോയാൽ ഒരു 3 മാസം ജയിലിൽ 3 നേരം ഭക്ഷണവും നല്ല റെസ്റ്റ് ലൈഫും. പക്ഷേ ഞാൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളെ രണ്ടുപേരെ നാറ്റിച്ചിട്ടേ പോകൂ. അച്ഛന്റെ അവസ്ഥ എന്തായാലും കുരിശിൽ കയറിയ കർത്താവിന്റെ അവസ്ഥയേക്കാൾ കഷ്ടമായിരിക്കും. കുരിശിൽ കയറണോ അതോ കുരിശ് എനിക്ക് എടുത്തു തരണോ എന്ന് അച്ഛന് തീരുമാനിക്കാം. അതെല്ലാം കേട്ട തോമസ് അച്ഛൻ എടോ തനിക്ക് എന്താണ് വേണ്ടത്? പൈസയല്ലേ? അത് ഞാൻ തരാം എന്ന് പറയുകയാണ്. അതിനാ കള്ളൻ അച്ഛൻ എത്ര രൂപ തരും? 1 ലക്ഷമോ ഇല്ലെങ്കിൽ 2 ലക്ഷമോ? ഇതൊന്നും അച്ഛനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലച്ചോ. മാത്രവുമല്ല പണിയെടുക്കാത്ത ഒരു കാശ് പോലും എന്റെ കീശയിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിനച്ഛൻ എടോ അത് ഞാൻ എടുത്തു തരണമെന്ന് വിചാരിച്ചാൽ പോലും എന്നെ കൊണ്ട് അതിന് കഴിയില്ല. തനിക്കറിയാത്തത് കൊണ്ടാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ലോക്കാണത്. അതിൽ താക്കോൽ ഇട്ടാൽ പോലും അലാറം അടിക്കും. അതിനാ കള്ളൻ അത്രയുള്ളോ? ഇതാ ആ ലോക്കർ സൈലന്റ് ആക്കാനുള്ള മാനുവൽ സാക്ഷാൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് എന്നും പറഞ്ഞ് ആ ലോക്കറിന്റെ ബ്ലൂ പ്രിന്റ് എടുത്ത് കള്ളൻ തോമസ് അച്ഛനെ കാണിക്കുകയാണ്. എന്നിട്ട് കള്ളൻ പറഞ്ഞു ഇനി കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയില്ലല്ലോ. ആ സമയം കപ്പ്യാര് അച്ചോ അടിവാരത്തേക്ക് പോകാനുള്ള സമയമായി എന്നും പറഞ്ഞ് തോമസ് അച്ഛനെ വിളിക്കുകയാണ്. അങ്ങനെ അച്ഛൻ ആ പെൺകുട്ടിയോട് പേടിക്കേണ്ട ഞാൻ പോയിട്ട് വേഗം വരാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. തോമസ് അച്ഛന്റെ കൂടെ അടിവാരത്തേക്ക് വികാരി അച്ഛനും പോയിരുന്നു. അങ്ങനെ വികാരി അച്ഛനെ അടിവാരത്ത് കൊണ്ടുവിട്ടതിനു ശേഷം തോമസ് അച്ഛൻ തന്റെ കൂട്ടുകാരൻ നിഖിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് നിഖിലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ നിഖിൽ സാർ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അത് കേട്ട തോമസ് അച്ഛൻ ആ പോലീസുകാരന്റെ അടുത്ത് നിന്നും നിഖിലിന്റെ ഫോൺ നമ്പർ വാങ്ങിക്കുന്നു. അപ്പോഴാണ് ആ പോലീസുകാരൻ പറഞ്ഞത് ഇപ്പോൾ ഫോൺ വിളിച്ചാൽ നിഖിൽ സാറിനെ കിട്ടില്ല. സാർ ഇവിടെ ആദിവാസി കോളനിയിലേക്ക് മന്ത്രിക്കൊപ്പം എസ്കോർട്ട് പോയതാണ്, വരാൻ ലേറ്റ് ആകും. അതിന് തോമസ് അച്ഛൻ എങ്കിൽ ഞാൻ പിന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അടിവാരത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തോമസ് അച്ഛനും വികാരി അച്ഛനും രാത്രിയിലാണ് തിരികെ വന്നത്. വന്നു നോക്കുമ്പോൾ അതാ തോമസ് അച്ഛന്റെ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അത് കണ്ട തോമസ് അച്ഛൻ മോളെ മോളെ എന്നും വിളിച്ച് റൂമിനകത്തേക്ക് വന്നു നോക്കുമ്പോഴതാ നമ്മുടെ കള്ളനെ ആരോ വായിൽ തുണിയെല്ലാം തിരികെ കയ്യും കാലും കെട്ടി മേശയുടെ അടിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് കണ്ട തോമസ് അച്ഛൻ വേഗം ഓടി വന്ന് കള്ളനെ കെട്ടെല്ലാം അഴിച്ചു വിട്ടതിന് ശേഷം എന്ത് പറ്റി അവൾ എവിടെ എന്ന് ചോദിക്കുകയാണ്. അതിനാ കള്ളൻ അവളെ അവര് കൊണ്ടുപോയി എന്ന് പറയുകയാണ്. അതിന് തോമസ് അച്ഛൻ അവരോ ആര് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സീൻ കട്ടായി കുറച്ചു മുമ്പ് നടന്ന സീൻ കാണിക്കുകയാണ്. അതായത് ആ പെൺകുട്ടി അന്വേഷിച്ച് എപ്പോഴും വരാറുള്ളവർ അവിടേക്ക് വരികയാണ്. അതുകൊണ്ട് പേടിച്ചു നിന്ന പെൺകുട്ടിയോട് കള്ളൻ പേടിക്കേണ്ട, നിന്നെ ഇവിടെ നിന്നും ആരും കൊണ്ടുപോകില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് തന്റെ കയ്യിലിരുന്ന കത്തിയും എടുത്ത് അവരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ചേട്ട എന്നുള്ള ഒരു വിളി കേൾക്കുന്നത്. അത് കേട്ട കള്ളൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ നെഞ്ചും കൂടി തകർത്തുകൊണ്ടുള്ള ഒരു ചവിട്ട് കൊണ്ട കള്ളൻ തെറിച്ചുപോയി വീഴുന്നു. ചവിട്ടിയത് ആരാണെന്നല്ലേ? ആ പെൺകുട്ടിയാണ് നമ്മുടെ കള്ളനിട്ട് അമ്മാതിരി ചവിട്ടിയത്. ആ പെൺകുട്ടി ഒരു തോക്കെടുത്ത് ആ കള്ളന്റെ നേരെ ചൂണ്ടിയിട്ട് കുരിശു മടിച്ചുകൊണ്ട് പോകാമെന്ന് സ്വപ്നം കണ്ടുവല്ലേ എന്നും ചോദിച്ച് കള്ളനെ നോക്കി ഒന്ന് ചിരിക്കുന്നു. എന്നിട്ട് ആ പെൺകുട്ടി പറയുകയാണ് നിന്റെ കയ്യിലുള്ള ആ ലോക്കറിന്റെ മാനുവൽ എടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനും ഇവിടേക്ക് വന്നത്. അച്ഛന്റെ മുറിയിൽ നിന്നും മാനുവൽ ഇരിക്കുന്ന ബോക്സ് കണ്ടെത്തിയെങ്കിലും മാനുവൽ അതിന്റെ അകത്തു നിന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ നീ ആ മാനുവലും കൊണ്ട് വന്നത്. അങ്ങനെ നീ ആയിട്ട് ഞങ്ങളുടെ പണി എളുപ്പമാക്കി തന്നു എന്നും പറഞ്ഞ് ആ പെൺകുട്ടി നമ്മുടെ കള്ളനെയും ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കി കള്ളന്റെ കയ്യിലുണ്ടായിരുന്ന മാനുവലും എടുത്ത് കള്ളനെ കെട്ടിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. ആ പെൺകുട്ടിയുടെ കൂടെ പെൺകുട്ടിയുടെ അച്ഛനും അന്ന് രാത്രി ആ പെൺകുട്ടിയുടെ കൂടെ വന്ന ഷാലുവും വേറെയും കുറെ പേരുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ കള്ളന്റെ കയ്യിൽ നിന്നും ആ മാനുവലും എടുത്ത് നേരെ പള്ളിയിൽ പോയി ആ ലോക്കറും തുറന്ന് ആ ലോക്കറിൽ ഉണ്ടായിരുന്ന പൊന്നിൻ കുരിശും എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. അതെല്ലാം കേട്ട തോമസ് അച്ഛൻ പള്ളിക്കകത്തു നിന്ന് നോക്കുമ്പോൾ ആ ലോക്കർ തുറന്ന് കുരിശാരോ കൊണ്ടുപോയിരിക്കുന്നതായി കാണുന്നു. അങ്ങനെ സീൻ കട്ടായി അവിടേക്ക് ഒരു പോലീസ് വണ്ടി വരുന്നതായി കാണിക്കുന്നു. എന്നാൽ ആ വന്നത് നമ്മുടെ തോമസ് അച്ഛന്റെ കൂട്ടുകാരൻ നിഖിലായിരുന്നു. തോമസ് അച്ഛൻ നിഖിലിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിഖിൽ ചോദിക്കുകയാണ് എടാ അന്ന് നിനക്ക് എന്നെ കണ്ടപ്പോൾ ഒരു വാക്ക് പറയത്തില്ലായിരുന്നു? നീ പേടിക്കേണ്ടടാ, നാളെ 9 മണി വരെ സമയമില്ലേ, നമുക്കവരെ പൊക്കാമിടാം. അതുപോട്ടെ ഇവിടെ CCTV എങ്ങാനും ഉണ്ടോ? അതിന് തോമസ് അച്ഛൻ ഇവിടെ CCTV ഒന്നുമില്ലടാ എന്ന് പറയുകയാണ്. അത് കേട്ട നിഖില് ഇത്രയും വിലപിടിപ്പുള്ള പെണ്ണിൻ കുരിശൊക്കെയുള്ള ഈ പള്ളിയിൽ ഒരു CCTV പോലുമില്ലേ? അതുപോട്ടെ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോ വല്ലതും നിന്റെ കയ്യിലുണ്ടോ? അതിന് തോമസ് അച്ഛൻ ഇല്ലടാ, ഫോട്ടോയൊന്നും എന്റെ കയ്യിലില്ല എന്ന് പറയുകയാണ്. അത് കേട്ട നിഖിൽ സാരമില്ല, നീ പേടിക്കേണ്ട, നമുക്കവരെ കണ്ടുപിടിക്കാം എന്നും പറഞ്ഞ് നിഖിൽ അവിടെ നിന്നും പോവുകയാണ്. നിഖിൽ പോയതിനു
വെടിവെപ്പിന് ശേഷം തോമസ് അച്ഛൻ തിരികെ റൂമിലേക്ക് വരികയാണ്. ആ കള്ളൻ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കള്ളനോട് തോമസ് അച്ഛൻ ചോദിക്കുകയാണ്, താനിപ്പോഴും പോയില്ലേ? തനിക്ക് വേണ്ടതെല്ലാം ആ പെൺകുട്ടി കൊണ്ടുപോയില്ലേ? ഇനിയെങ്കിലും തനിക്ക് ഇവിടെ നിന്നൊന്ന് പോയിക്കൂടെ? അതിനാ കള്ളൻ, അച്ഛൻ എന്താണച്ചോ എന്നെ പോലീസിന് കാണിച്ചു കൊടുക്കാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിന് തോമസ് അച്ഛൻ എനിക്ക് തോന്നിയില്ല എന്ന് പറയുകയാണ്. അത് കേട്ട കള്ളൻ തന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോ തോമസ് അച്ഛന് കൊടുക്കുന്നു. അത് കണ്ട് തോമസ് അച്ഛന് വളരെയധികം സന്തോഷമായി. തോമസ് അച്ഛൻ ഉടൻ തന്നെ ആ ഫോട്ടോ തന്റെ കൂട്ടുകാരൻ നിഖിലിന് അയച്ചു കൊടുക്കുകയാണ്. ആ ഫോട്ടോ കിട്ടിയ നിഖിൽ ഉടൻ തന്നെ ആ ഫോട്ടോ കൺട്രോൾ റൂമിലേക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം അയച്ച്, ഞാൻ ഈ ഫോട്ടോയിൽ അയച്ചിരിക്കുന്ന പെൺകുട്ടിയെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്നെ അറിയിക്കണം എന്നും പറഞ്ഞ് എല്ലായിടത്തേക്കും ഫോർവേഡ് ചെയ്യുകയാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പള്ളിയിൽ പോയിരുന്ന തോമസ് അച്ഛന്റെ അടുത്തേക്ക് ആ കള്ളൻ പതിയെ വരുന്നു. കള്ളനെ കണ്ട തോമസ് അച്ഛൻ, എടാ നീ എന്താ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതിനാ കള്ളൻ, പേടിക്കേണ്ട, ഇവിടെ വേറെ ആരുമില്ല, വികാരി അച്ഛൻ കിടന്നുറങ്ങി എന്ന് പറയുകയാണ്. അങ്ങനെ കള്ളനും തോമസ് അച്ഛന്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് കള്ളൻ തോമസ് അച്ഛനോട് പറയുകയാണ്, എനിക്ക് ഈ പുണ്യാളനെ കാണുമ്പോൾ എന്റെ മുത്തച്ഛനാണ് ഓർമ്മ വരുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിൽ എടുത്തതും വളർത്തിയതുമെല്ലാം എന്റെ മുത്തച്ഛനാണ്. എന്റെ അപ്പൂപ്പനാണെങ്കിൽ ഒരു കള്ളനായിരുന്നു. ലോക്കൽ കള്ളനൊന്നുമല്ല കേട്ടോ, നല്ല ഇന്റർനാഷണൽ കള്ളൻ തന്നെയായിരുന്നു. അങ്ങനെ ഒരു നാൾ എന്റെ മുത്തച്ഛനെ ഒരാൾ പിടിച്ചു. പോലീസ് ഒന്നുമല്ല കേട്ടോ, ഒരു സായിപ്പാണ്. പിടിച്ച സായിപ്പിന്റെ പേര് ആദർ ജോണി ബാഡ്. അയാൾ ഒരു ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. അതോടെ അപ്പൂപ്പന്റെ തലവരെയും തെളിഞ്ഞു. എന്തെന്നാൽ അപ്പൂപ്പനെ ആ ബ്രിട്ടീഷുകാരന് വളരെയധികം ഇഷ്ടമായി. ആ ബ്രിട്ടീഷുകാരൻ അപ്പൂപ്പനെയും കൂടെ കൂട്ടി. പിന്നെ അവർ രണ്ടുപേരുമായി മോഷണം, പല പുരാതനമായ വസ്തുക്കളും അവർ രണ്ടുപേരും ചേർന്ന് അടിച്ചു മാറ്റാൻ തുടങ്ങി. അതെല്ലാം സായിപ്പിന്റെ പഠനത്തിനു വേണ്ടിയായിരുന്നു. പഠനത്തിന് ശേഷം അതെല്ലാം തിരികെ വെക്കണമെന്നായിരുന്നു കരാറ്. പക്ഷെ എന്റെ അപ്പൂപ്പനാരാ മോൻ. എന്തൊക്കെ പറഞ്ഞാലും ആ സായിപ്പിന്റെ അപ്പൂപ്പിന്റെയും കഥയിൽ അവർക്കെടുക്കാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അപ്പൂപ്പന്റെ കണ്ണു നിറയും. അതിലൊന്നായിരുന്നു ഈ കുരിശും. ഞാൻ അപ്പൂപ്പന് കൊടുത്ത വാക്കായിരുന്നു, ഞാൻ വലുതാകുമ്പോൾ ഈ കുരിശ് എടുക്കുമെന്ന്. പക്ഷെ അപ്പൂപ്പനും പോയി, ഇപ്പോൾ ആ കുരിശും പോയി. അത് തൊടാൻ അപ്പൂപ്പനെ പോലെ തന്നെ എനിക്കും കഴിഞ്ഞില്ല. അതെല്ലാം പോട്ടെ, അച്ഛൻ സമാധാനമായിട്ടിരിക്കച്ചോ. അതെല്ലാം കേട്ടപ്പോൾ തോമസ് അച്ഛന് കള്ളനോട് എന്തോ ഒരു മനസ്സലിവ് തോന്നുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴാണ് ആ കള്ളൻ തോമസ് അച്ഛൻ ഒരു ടിസ്റ്റ് വെക്കുന്നത്. എന്താണെന്നല്ലേ, എന്റെ അപ്പൂപ്പൻ എടുക്കാൻ പറ്റാത്ത രണ്ട് സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിൽ കുരിശ് പോയെങ്കിൽ പോട്ടെ, പക്ഷെ അതുപോലെ തന്നെ അമൂല്യമായ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഐറ്റം കൂടിയുണ്ട്. അതും അപ്പൂപ്പനും സാഹിബും തലകുത്തി നിന്നിട്ട് പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോൾ എന്നെ തേടി ഇവിടേക്ക് വരുന്നുണ്ട്. അതടിക്കാൻ അച്ഛൻ എന്റെ കൂടെ നിൽക്കണം. അത് കേട്ടപ്പോൾ തോമസ് അച്ഛന് കള്ളനോട് തോന്നിയ സഹതാപം ഇല്ലാതെയായി. തോമസ് അച്ഛൻ ചോദിക്കുകയാണ്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനാ കള്ളൻ പറയുകയാണ്, ബിഷപ്പിന്റെ കയ്യിലുള്ള ആ അംശവടി. അങ്ങനെ സീൻ കട്ടായി അടുത്ത ദിവസം ബിഷപ്പ് തന്റെ വടിയുമായി ആ പള്ളിയിലേക്ക് വരുന്നതായി കാണിക്കുന്നു. പെരുന്നാൾ ആരംഭിക്കാൻ പോകുന്നതിനാൽ തന്നെ ധാരാളം പേർ ആ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കൂടെ നമ്മുടെ നിക്കോളാസ് അച്ഛനും. അപ്പോഴാണ് നമ്മുടെ തോമസ് അച്ഛന് കൂട്ടുകാരൻ നിഖിലിന്റെ ഫോൺ കോൾ വരുന്നത്. നിഖിൽ പറയുകയാണ്, എടാ അവന്മാരെ കിട്ടിയടാ. നീ പറഞ്ഞ കാറിന്റെ അടയാളം വെച്ച് ആ കാറ് തമിഴ്നാട്ടിലുള്ള ഒരു CCTVയിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തോമസ് അച്ഛൻ, വേറെ ആരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിന് നിഖിൽ, നീ ഇങ്ങനെ ടെൻഷൻ ആകല്ലേ, നമുക്കെല്ലാം ഡീല് ചെയ്യാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ തോമസ് അച്ഛൻ ഫോൺ കട്ട് ചെയ്ത് തിരികെ ബിഷപ്പിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴതാ ബിഷപ്പിന്റെ കൂടെ നിൽക്കുന്ന അച്ഛന്മാരുടെ ഇടയിൽ നമ്മുടെ കള്ളനും പള്ളിയിലച്ഛന്റെ ഉടുപ്പെല്ലാം ഇട്ട് ബിഷപ്പിന്റെ കയ്യിലുള്ള വടിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നു. അത് കണ്ട തോമസ് അച്ഛൻ ആ കള്ളനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട്, സത്യം പറയണം, എനിക്കിട്ട് പണി തരാൻ വേണ്ടി ആ നിക്കോളാസ് അച്ഛൻ അയച്ചതല്ലേ നിന്നെ? ഞാൻ പേടിക്കുന്നത് കൊണ്ടല്ലേ നീയൊക്കെ എന്നെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നത്? ആ പേടി ഞാൻ ഇന്നത്തോടെ തീർക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് തോമസ് അച്ഛൻ നേരെ വികാരി അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. തോമസ് അച്ഛൻ ചെന്ന് നോക്കുമ്പോൾ വികാരി അച്ഛൻ ആ സമയം ടോയ്ലറ്റിലായിരുന്നു. വികാരി അച്ഛന്റെ മുഖത്ത് നോക്കി കാര്യങ്ങളെല്ലാം പറയാൻ മടിയായിരുന്ന തോമസ് അച്ഛൻ ഇത് തന്നെ അവസരം എന്നും കരുതി ടോയ്ലറ്റിന്റെ പുറത്തു നിന്ന് വികാരി അച്ഛനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ പൊന്നിൻ കുരിശ് കൊണ്ടുപോയതടക്കം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ തോമസ് അച്ഛൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വികാരി അച്ഛൻ ടോയ്ലറ്റിനകത്തു നിന്നും പുറത്തേക്ക് വരികയാണ്. തോമസ് അച്ഛനെ കണ്ട വികാരി അച്ഛൻ തോമസ് അച്ഛനോട്, തോമസോ നീ എപ്പോഴാണ് വന്നത് എന്നും ചോദിച്ച് വികാരി അച്ഛൻ തന്റെ ഇയർ ഗിയർ എടുത്ത് ചെവിയിലേക്ക് വെക്കുന്നു. അപ്പോഴാണ് തോമസ് അച്ഛൻ ഒരു കാര്യം മനസ്സിലായത്. താൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്നും വികാരി അച്ഛൻ കേട്ടിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ തോമസ് അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ റൂമിന്റെ വെളിയിലെ വാതിലിനടുത്ത് നിക്കോളാസ് അച്ഛൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ പള്ളിയിലേക്ക് ആ പൊന്നിൻ കുരിശ് കൊണ്ടുപോകുന്നതിനായി മുസ്ലിങ്ങൾ വരുന്നതായി കാണിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി നമ്മുടെ തോമസ് അച്ഛന്റെ കൂട്ടുകാരൻ നിഖിലിനെ കാണിക്കുന്നു. നിഖിലും പോലീസുകാരും ആ കുരിശടിച്ചു കൊണ്ടുപോയ പെൺകുട്ടിയുടെ സംഘത്തിന്റെയും അടുത്തെത്തിയിരുന്നു. അങ്ങനെ കുറെ നേരത്തെ വെടിവെപ്പിനും സംഘട്ടനത്തിനും ഒടുവിൽ നിഖിൽ ആ പൊന്നിൻ കുരിശ് വീണ്ടെടുക്കുന്നു. ഉടൻ തന്നെ ആ പൊന്നിൻ കുരിശുമായി പള്ളിയിലേക്ക് തിരിക്കുകയും ചെയ്തു. അങ്ങനെ സീൻ കട്ടായി പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നതായി കാണിക്കുന്നു. അങ്ങനെ പള്ളിയിലെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിനു ശേഷം ബിഷപ്പ് ആ പൊന്നിൻ കുരിശിരിക്കുന്ന പെട്ടിയുടെ അടുത്ത് വന്ന് അത് തുറക്കാൻ
തുടങ്ങുകയാണ്. ആ സമയം കുരിശുമായി അവിടേക്ക് തോമസ് അച്ഛന്റെ കൂട്ടുകാരൻ നിഖിലും എത്തി. എന്നാൽ നിഖിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബിഷപ്പ് ആ പെട്ടി തുറന്നിരുന്നു. നോക്കുമ്പോഴതാ ആ പെട്ടിയിൽ നിന്നും ആ സ്വർണ്ണ കുരിശ് ഉയർന്നു വരുന്നു. അത് കണ്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് തോമസ് അച്ഛന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒപ്പം തോമസ് അച്ഛന്റെ കൂട്ടുകാരൻ നിഖിലിനും. എന്തെന്നാൽ നിഖിലിന്റെ കയ്യിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്നും എടുത്ത കുരിശിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ബിഷപ്പ് ആ കുരിശെടുത്ത് അവിടേക്ക് വന്ന മുസ്ലിങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നു. അവർ ആഘോഷപൂർവ്വം ആ കുരിശുമായി അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ആ കുരിശ് എങ്ങനെയാണ് അവിടെ വന്നതെന്നറിയാതെ കൺഫ്യൂഷനിൽ തന്റെ റൂമിലേക്ക് വന്ന തോമസ് അച്ഛനെയും കാത്ത് അവിടെ ഒരു ലെറ്റർ ഇരിപ്പുണ്ടായിരുന്നു. തോമസ് അച്ഛൻ ആ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുകയാണ്. അത് ആ കള്ളന്റെ ലെറ്റർ ആയിരുന്നു. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അച്ഛന് മനസ്സിലാകുന്നില്ല അല്ലേ? എന്താണ് നടന്നതെന്ന് ഞാൻ പറയാം. ഞാൻ നമ്മുടെ ആ കുരിശടിക്കാനായി പലതവണ പള്ളിയിൽ കയറിയിട്ടുമുണ്ട്, പള്ളിമേടയിൽ കിടന്നുറങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ആ പെട്ടിക്ക് ചുറ്റും നടന്നു എന്നല്ലാതെ വേറെ ഒരു ഗുണവും ഉണ്ടായില്ല. അങ്ങനെയുള്ള ഒരു ശ്രമത്തിനിടയിലാണ് ഞാൻ അച്ഛന്റെ റൂമിലെത്തിയത്. എനിക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു റോങ് അടിച്ചതാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒരു കള്ളനെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അച്ഛനോട് അവൾ പോയപ്പോൾ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അതെന്തെന്നാൽ എന്റെ കയ്യില കുരിശിരിക്കുന്ന പെട്ടിയുടെ ബ്ലൂ പ്രിന്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആ പെട്ടി തുറന്ന് അതിനകത്തുണ്ടായിരുന്ന സ്വർണ്ണക്കുരിശ് എടുത്തിരുന്നു. പകരം എന്റെ കയ്യിലിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് അതിൽ വെക്കുകയും ചെയ്തു. സ്വർണ്ണക്കുരിശ് എന്റെ കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ ഇവിടെ നിന്ന് മുങ്ങാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. എന്നാൽ ഇനി ഞാൻ പറയുന്ന കാര്യം അച്ഛൻ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ കുരിശുമായി ഞാൻ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ നേരം എന്റെ അപ്പൂപ്പൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അപ്പൂപ്പൻ എന്നോട് പറയുക, എനിക്ക് സന്തോഷമായട മോനെ, എനിക്കെടുക്കാൻ പറ്റാത്തത് നീ എടുത്തല്ലോ. പക്ഷേ ഈ കുരിശ് കിട്ടിയിട്ടും നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോടാ. എന്തു പറ്റി? നീ ഈ കുരിശുമായി പോയാൽ ആ അച്ഛന്റെ അവസ്ഥ എന്താകുമെന്നോർത്താണോ നിന്റെ സങ്കടം? ചില തീരുമാനങ്ങൾ അങ്ങനെയാണ്. നിനക്ക് വേണമെങ്കിൽ ഈ കുരിശും കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, അല്ലെങ്കിൽ ആ രണ്ട് സാധുക്കളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. എല്ലാ മനുഷ്യരും ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു പോയിന്റിൽ എത്തി നിൽക്കും. ഇവിടെ തീരുമാനമെടുക്കേണ്ടത് നീയാണ്. നന്മയുടെ പക്ഷത്ത് നിൽക്കണോ അതോ തിന്മയുടെ പക്ഷത്ത് നിൽക്കണോ എന്നും പറഞ്ഞ് അപ്പൂപ്പൻ എന്നെ കൺഫ്യൂഷൻ ചെയ്ത് എങ്ങോട്ടോ പോയി. അപ്പൂപ്പൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒറിജിനൽ സ്വർണ്ണക്കുരിശ് നമ്മുടെ റൂമിന്റെ ഈ തട്ടിന്റെ പുറത്ത് കൊണ്ടുവച്ചു. അതിനുശേഷമാണ് ആ ലോക്കർ പെട്ടിയുടെ ബ്ലൂ പ്രിന്റ് അച്ഛനെ കാണിച്ചത്. അത് ശരിക്കും ഞാൻ അച്ഛന് കാണാൻ വേണ്ടി ആയിരുന്നില്ല അപ്പോൾ കാണിച്ചത്, അവൾ കാണുന്നതിന് വേണ്ടി തന്നെയായിരുന്നു കാണിച്ചത്. അങ്ങനെ അന്ന് രാത്രി അവർ വന്ന് ഞാൻ വെച്ച ഡ്യൂപ്ലിക്കേറ്റ് കുരിശും എടുത്തുകൊണ്ട് പോയി, മണ്ടന്മാർ. അങ്ങനെ അന്ന് രാത്രി തന്നെ ഞാൻ ഒറിജിനൽ കുരിശ് തിരിച്ചു കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. എന്തായാലും ഞാനിപ്പോൾ ഹാപ്പിയാണച്ചോ. ഞാൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് അച്ഛനുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ തോമസ് അച്ഛൻ ഈ നടന്ന കാര്യങ്ങളെല്ലാം വികാരി അച്ഛനോട് പറയുന്നതായി കാണിക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വികാരി അച്ഛൻ തോമസിനോട്, ശത്രുവിനെ പോലും സ്നേഹിക്കാനല്ലേ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്? നിന്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നവരെ നീ സഹായിച്ചു. സഹായിച്ചത് നിന്റെ മനസ്സ്, കട്ടിട്ടു പോയത് അവരുടെ മനസ്സും. പക്ഷേ ഇത്രയൊക്കെ മെനക്കെട്ട് അവന്റെ കയ്യിൽ ആ പൊന്നിൻ കുരിശ് കിട്ടിയിട്ട് അതവൻ ഇവിടെ തന്നെ തിരികെ വെച്ചിട്ട് പോകണമെങ്കിൽ അവൻ കള്ളനായിരിക്കില്ല, പുണ്യാളനായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ സീൻ കട്ടായി നമ്മുടെ ആ കള്ളനെ കാണിക്കുന്നു. കള്ളൻ ഇപ്പോൾ എന്തെടുക്കുകയാണെന്നല്ലേ? നമ്മുടെ കള്ളൻ പൊന്നിൻ കുരിശ് തിരികെ വെച്ചിട്ട് ബിഷപ്പിന്റെ കയ്യിലുള്ള രത്നങ്ങൾ പതിച്ച അംശവടിയും അടിച്ചുകൊണ്ടാണ് പോയത്. അതായത് ആ കള്ളൻ പുണ്യാളൻ ഒന്നും ആയിരുന്നില്ല, ശരിക്കും കള്ളൻ തന്നെയായിരുന്നു. അങ്ങനെ ഇതോടുകൂടി ഈ സിനിമയും അവസാനിക്കുകയാണ്. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് കരുതുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.